നമസ്കാരം, മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രതീഷ്. അപ്പോൾ നമ്മളുടെ ഇന്നലത്തെ പ്രീ മാർക്കറ്റ് പറഞ്ഞതുപോലെ തന്നെ ഒരു മൊമെന്റമുള്ള മാർക്കറ്റ് ആയിരുന്നു, മൊമെന്റമുള്ള ഒരു ബുൾ മാർക്കറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു അല്ലെ. നല്ല രീതിയിൽ ഒരു മൊമെന്റമുള്ള മാർക്കറ്റായിട്ട് തന്നെയാണ് നമ്മുടെ മാർക്കറ്റ് ഇന്ന് ക്ലോസും ചെയ്തിട്ടുള്ളത്. ശരിക്കും ഇന്ന് നല്ലൊരു ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഗ്യാപ്പ് അപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ചെറിയ രീതിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് താഴേക്ക് വന്നുവെങ്കിലും അതിശക്തമായിട്ട് പിന്നീട് മുകളിലേക്ക് പോയി പുതിയൊരു എവർ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് കാണുവാൻ സാധിച്ചത്. അതായത് 24,600 മുകളിലേക്ക് മാർക്കറ്റ് പോവുക എന്നാൽ ശരിക്കും നമ്മൾ കുറെ ദിവസങ്ങൾക്ക് മുന്നേ പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു. കാരണം ബഡ്ജറ്റിന് ശേഷം ഒരു പക്ഷേ നല്ല രീതിയിലൊക്കെ ഉള്ള ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകുമെന്നാണ് പലപ്പോഴും വിചാരിച്ചത്. അല്ലെങ്കിൽ നമ്മുടെ HDFC ബാങ്ക് പോലെയുള്ള ബാങ്കുകളുടെ ഒരു പ്രകടനം എങ്ങനെ വരുന്നോ, നന്നായിട്ട് വരുവാണെങ്കിൽ ഒരു പക്ഷേ 600-700 എന്ന റേഞ്ച് ഒക്കെ കടന്നു പോകുമെന്നാണ് ഉദ്ദേശിച്ചെങ്കിലും പെട്ടെന്നാണ് മാർക്കറ്റിന്റെ ഒരു സ്വഭാവം 2 ദിവസം കൊണ്ട് മാറി മറിയുന്നതായിട്ട് കാണുവാൻ സാധിച്ചു. പ്രത്യേകിച്ച് IT ഡിവിഷന്റെ ഒരു പ്രകടനം നമുക്ക് മറക്കാൻ കഴിയാത്തതായിരുന്നു. ഇന്ന് നമ്മുടെ മാർക്കറ്റ് ഏറെക്കുറെ ഒരു 24,635 എന്ന ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്ത ശേഷം ചെറിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അവസാന നിമിഷം സംഭവിക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും സംഭവിക്കേണ്ട കേസ് തന്നെയാണ്. ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രം കണ്ടു അവിടെ. അതായത് ഇന്നത്തെ ദിവസം എവിടെയാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അതേ ഭാഗത്ത് ഏറെക്കുറെ ക്ലോസ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. മാർക്കറ്റിൽ ആ ഒരു ബുള്ളിഷ് രീതി നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തതായിട്ടും കാണുവാൻ സാധിക്കും. ഈ ഒരു കണ്ടീഷനിൽ മാർക്കറ്റിനെ കയറി ഷോർട്ട് ചെയ്യുക എന്നാൽ ശരിക്കും ഒരു ആത്മഹത്യാപരമായിട്ടുള്ള രീതിയാണെന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ മാർക്കറ്റ് നോക്കൂ, ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് മൊമെന്റത്തിലാണ് കയറി പോകുന്നത്. ഇനി എവിടെയാണോ റെസിസ്റ്റൻസ് എന്ന് നമുക്ക് തത്വത്തിൽ ചില ഏരിയകൾ പറഞ്ഞു പോകാം എന്ന് മാത്രം പറയുവാണെങ്കിൽ ഏറെക്കുറെ നമുക്ക് ഇനി മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 24,700 എന്നൊരു റേഞ്ചാണ് ഇനി പറയാനുള്ള പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ്. അത് കഴിഞ്ഞാൽ നമുക്ക് 24,900 പറയാം. അത് കഴിഞ്ഞാൽ 25,200 എന്ന റേഞ്ചും പറയാം. അപ്പൊ നമുക്കിത് തത്വത്തിൽ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റുന്ന ഏരിയ മാത്രമാണ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, എവർ ടൈം ഹൈ നിൽക്കുന്ന ഒരു മാർക്കറ്റാണ്. നല്ല രീതിയിൽ ഒരു ഓവർ ബോട്ടിലേക്ക് വന്ന ഒരു മാർക്കറ്റാണ്. തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ചെറിയ രീതിയിലെങ്കിലും, അതായത് ഒരു കറക്ഷൻ അല്ല ഉദ്ദേശിക്കുന്നത്, ഒരു ചെറിയ രീതിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എപ്പോൾ വേണമെങ്കിലും നടക്കാം. പക്ഷെ അത് നടക്കണം എങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ എന്ന രീതിയിൽ ഒരു സ്വഭാവം കാണിക്കുക, അല്ലെങ്കിൽ ഒരു ക്യാൻഡിലെങ്കിലും ഫോം ചെയ്യണം. അത് ശരിക്കും ആ ഒരു നല്ല രീതിയിൽ ഫോം ചെയ്യാത്തത് കൊണ്ട് മാർക്കറ്റിനെ നമുക്ക് ഷോർട്ട് ചെയ്യാൻ സാധിക്കാത്തൊരു കണ്ടീഷനുമാണ്. തീർച്ചയായിട്ടും ട്രെൻഡ് ഈസ് ഫ്രണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മൾ ട്രെൻഡിനനുസരിച്ച് കൂടെ പോകുക എന്ന് തന്നെയാണ് ചെയ്യേണ്ടത്. ഇന്ന് ശരിക്കും ഇന്നത്തെ നമ്മളുടെ FISന്റെ ഒക്കെ ഒരു ഡീറ്റെയിൽ എടുത്താൽ ഇന്നും അവർ ഏറെക്കുറെ അതേ റേഞ്ചിൽ തന്നെ ബൈ ചെയ്യുന്നു. അതായത് FIS ബൈ ചെയ്യുമ്പോൾ മാർക്കറ്റ് ശക്തമായി കയറും എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. ഒരു പക്ഷേ DIs പോലും ഇതേ ക്വാണ്ടിറ്റി ബൈ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ എഫക്ട് ചെയ്യാത്തൊരു രീതി അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. കാരണം FIS ആ സമയം സെല്ലിങ്ങിലേക്ക് പോകുമ്പോൾ മാർക്കറ്റിനെ അധികം വലിയ രീതിയിൽ അത് സ്വാധീനിക്കുന്നില്ല നമുക്ക് കാണുവാൻ സാധിക്കും. FIS പക്ഷേ ബൈയിങ്ങിലേക്ക് വരുമ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഇന്നും ചില Q1 റിസൾട്ടുകൾ ഉണ്ടായിരുന്നു. നമ്മളുടെ ജിയോ ഫിനാൻസിനെ സംബന്ധിച്ച് കുഴപ്പമില്ലാത്ത റിസൾട്ടാണ് അവരെ സംബന്ധിച്ച് വന്നിട്ടുള്ളത്. നെറ്റ് പ്രോഫിറ്റ് 6% വർദ്ധിച്ചതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ HDFC ലൈഫ് ഇൻഷുറൻസിനെ സംബന്ധിച്ച് നെറ്റ് പ്രോഫിറ്റ് ഒരു 15% ഉയർന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്, വെയിറ്റേജ് ഉള്ള ആ ഒരു സ്റ്റോക്കുകളുടെ Q1 റിസൾട്ടുകളാണ് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻഫോസിസിന്റെ റിസൾട്ട് ബുധനാഴ്ച വൈകിട്ട് വരുന്നുണ്ട്. ബുധനാഴ്ച എന്നാൽ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ആണ്. നമ്മുടെ മാർക്കറ്റ് ഓഫ് ആണ് എങ്കിൽ തന്നെയും അമേരിക്കൻ മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും ഒന്നും ഓഫ് അല്ല എന്ന കാര്യം ഓർക്കുക. തീർച്ചയായിട്ടും ഇതെല്ലാം വ്യാഴാഴ്ചത്തെ എക്സ്പയറിയെ സ്വാധീനിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ഇവിടെ നമുക്ക് 1 ഡേ ചാർട്ടിലേക്കാണ് നിഫ്റ്റിയുടെ വന്നിരിക്കുന്നത്. നോക്കൂ, 1 ഡേ ചാർട്ടിലേക്ക് വന്നു കഴിയുമ്പോഴും ഇന്നലെ ഉണ്ടായിരുന്ന ആ ഒരു മൊമെന്റം ക്യാൻഡലിന്റെ മുകളിൽ പോയി മാർക്കറ്റ് ക്ലോസ് ചെയ്തത് കാണുവാൻ സാധിക്കുന്നു. അതായത് ഒരു ഗ്യാപ്പ് അപ്പ് സംഭവിച്ചു, അതിനുശേഷം മാർക്കറ്റിൽ താഴേക്ക് ഒരു സെല്ലിംഗ് പ്രഷർ വന്നുവെങ്കിലും അതിനേക്കാൾ വളരെ ഇരട്ടി ഫോഴ്സിൽ തന്നെ മുകളിലേക്ക് ശക്തമായ ഒരു ബൈയിങ് കാണുവാൻ സാധിച്ചു. മാർക്കറ്റ് എവിടെയാണോ ഓപ്പൺ ചെയ്ത് ഏറെക്കുറെ ആ റേഞ്ചിൽ തന്നെ വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നതായിട്ടും കാണുവാൻ സാധിക്കുന്നു. ശരിക്കും മാർക്കറ്റിൽ നല്ലൊരു മൊമെന്റത്തിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. നമുക്ക് ഇവിടെ ഒന്നും ഒരു തിരിയുന്നു എന്ന് പറയാൻ സാധിക്കാത്ത ക്യാൻഡിലുകളാണ് ഫോം ചെയ്തിരിക്കുന്നത്. ശരിക്കും മാർക്കറ്റിനെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ ഒന്നും പറയാൻ പറ്റാത്ത ഒരു രീതിയിലാണ് ഇവിടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനേക്കാൾ വളരെ മുകളിൽ പോയി ക്ലോസും ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട റേഞ്ച് ആയിട്ടുള്ള 24,600 ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഏറെക്കുറെ 600-അടുത്ത് തന്നെ മാർക്കറ്റ് ക്ലോസും ചെയ്തിട്ടുള്ളതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് അത്ര മോശമല്ലാത്തൊരു കണ്ടീഷനിൽ തന്നെയാണ് നിഫ്റ്റി നിൽക്കുന്നതെന്ന് കാണുവാൻ സാധിക്കും. നേരെ നമുക്കൊരു വീക്കിലി ചാർട്ടിലേക്ക് വന്നാലും നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാകും. നോക്കൂ, അതായത് നല്ല രീതിയിലുള്ള മൊമെന്റം ക്യാൻഡിലുകളായിരുന്നു ഈ 3 ആഴ്ച ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു എന്നല്ലേ. അപ്പോൾ ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇനി ഈ ആഴ്ച മുന്നോട്ട് പോകുമ്പോൾ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യും എന്നത് അനുസരിച്ചിരിക്കും ഇനി മുന്നോട്ടുള്ള ആഴ്ചകളിലുള്ള നിഫ്റ്റിയുടെ സ്വഭാവം. അതായത് ട്രെൻഡ് ചേഞ്ച് ചെയ്യുമോ ഇല്ലയോ എന്നത് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ വീക്കിലി ക്യാൻഡിൽ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഏറെക്കുറെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റ് ആയിട്ടുള്ള നമ്മളുടെ ബഡ്ജറ്റും ഉണ്ട് എന്ന കാര്യം മറക്കാതിരിക്കുക.
ഇതെല്ലാം കഴിഞ്ഞ് അവസാനം നമുക്ക് ഏറെക്കുറെ ഒരു ധാരണ ഉണ്ടാവുന്ന രീതിയിലായിരിക്കും ഏറെക്കുറെ അടുത്ത ആഴ്ച അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു വീക്കിലി ക്യാൻഡിൽ എന്ന് പറയാം. മന്ത്ലി ക്യാൻഡിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ബുള്ളിഷ് മാറുബോസ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയിൽ എങ്ങനെ വന്നാലും ഒരു ബുൾ മൊമെന്റം നിലനിൽക്കുന്നു. നിലവിലുള്ള നിഫ്റ്റിയുടെ സ്വഭാവം അനുസരിച്ച് നീങ്ങുക എന്ന് മാത്രമാണ് ചെയ്യേണ്ടത്. ഒരിക്കലും ഈ ഒരു സമയത്ത് നിഫ്റ്റിയെ കയറി പെട്ടെന്ന് ഷോർട്ട് ചെയ്യാവുന്നത് നല്ല രീതിയല്ല. എപ്പോഴാണോ ട്രെൻഡ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ആ സമയം നമുക്ക് വേണമെങ്കിൽ നിഫ്റ്റിയെ ഷോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാം. അതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ട്രെൻഡിന് എഗൻസ്റ്റ് ആയിട്ട് കളിക്കാൻ പോയാൽ പലപ്പോഴും അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇവിടെ ഒരു 1 ഡേ ചാർട്ട് എടുക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. നോക്കൂ, ഈ ഒരു ഭാഗത്തൊക്കെ നിഫ്റ്റി നിൽക്കുന്ന സമയത്ത് നിഫ്റ്റി ഒരു എവർടൈം ഹൈയിൽ നിൽക്കുന്ന സമയമാണ് അല്ലേ. ഈ ഒരു സമയത്ത് ഓൾറെഡി എവർടൈം ഹൈയിൽ വന്നു. നമുക്കിനി ഒന്ന് ഷോർട്ട് ചെയ്ത് കളയാമെന്ന രീതിയിൽ ഷോർട്ട് ചെയ്ത ആളുകൾക്കെല്ലാം എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? നല്ല രീതിയിലുള്ള ലോസ് അവർ ബുക്ക് ചെയ്ത് കാണും. നോക്കൂ, തുടർച്ചയായിട്ട് മുകളിലേക്ക് നല്ലൊരു ബുള്ളിഷ് മൊമെന്റമുള്ള ക്യാൻഡിൽ കയറി പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഒരു ട്രെൻഡ് ചേഞ്ച് ചെയ്യുന്നു എന്ന്, അതായത് പ്രധാനപ്പെട്ട റേഞ്ചുകൾ ബ്രേക്ക് ചെയ്യുന്നു എന്ന് കാണാതെ ഒരിക്കലും മാർക്കറ്റിനെ ഷോർട്ട് ചെയ്യാൻ പാടില്ല. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് 1 അവർ ചാർട്ടാണ്. 1 അവർ ചാർട്ട് എടുക്കുമ്പോൾ തന്നെ ഇന്നലെ നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു അല്ലേ. അതായത് ഈ ഒരു റേഞ്ച് ഒക്കെ ബ്രേക്ക് ചെയ്ത് അവർലി ചാർട്ടിനെ ബ്രേക്ക് ചെയ്ത് പോയപ്പോൾ തന്നെ ഏറെക്കുറെ മാർക്കറ്റിൽ ഒരു മൊമെന്റം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് തന്നെയാണ് കഴിഞ്ഞ 2 ദിവസം അവിടെ സംഭവിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലേക്ക് പോയിരിക്കുന്നു. തീർച്ചയായിട്ടും വരും ദിവസങ്ങൾ നമുക്ക് നോക്കാം. ഇനി മുകളിലേക്ക് എവിടെയാണ് റെസിസ്റ്റൻസ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. പക്ഷേ അത് നമുക്ക് തത്വത്തിൽ പറയാവുന്നതേ ഉള്ളൂ. ഒരിക്കലും അതൊക്കെ റെസ്പെക്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. തീർച്ചയായിട്ടും ഇവിടെ എവിടെ നിന്ന് വേണമെങ്കിലും നല്ലൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതയും മനസ്സിൽ എപ്പോൾ വേണമെങ്കിലും വെക്കുക. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ശരിക്കും ഒരു ബെയറിഷ് രീതിയിലേക്ക് വന്നു നിൽക്കുന്ന രീതിയായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്നത്. പക്ഷേ അത് മാറ്റിക്കുറിക്കുന്ന രീതിയാണ് ഇന്നത്തെ ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു ബെയറിഷ് എന്ന രീതി മാറിക്കൊണ്ട് ഒരു കൺസോൾട്ടേഷൻ ലെവലിലേക്ക് ബാങ്ക് നിഫ്റ്റി തിരിച്ചു വരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയും ആ ഒരു ബെയറിഷ് രീതി കൈവിട്ടതോടുകൂടി തീർച്ചയായിട്ടും നിഫ്റ്റിക്ക് അതൊരു ഗുണമായിട്ട് മാറുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും വരും ദിവസങ്ങളിൽ, അതായത് നമ്മളുടെ ബഡ്ജറ്റും Q1 റിസൾട്ടുകളും അല്ല, തീർച്ചയായിട്ടും ഈ ഒരു മാർക്കറ്റിന്റെ കണ്ടീഷൻ എങ്ങനെയായി തീരുമെന്ന് നമുക്ക് ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു സമയമാണ്. അടുത്ത ആഴ്ച കഴിഞ്ഞ ശേഷം നമുക്ക് ആലോചിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ അടുത്ത ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കേസ് ആകുമ്പോൾ അടുത്ത ആഴ്ചയൊക്കെ നിങ്ങൾ ട്രേഡിംഗിലേക്ക് കയറാതിരിക്കുക. കാരണം ബഡ്ജറ്റ് സമയത്തായാലും പ്രധാനപ്പെട്ട Q1 റിസൾട്ട് ആയിട്ടുള്ള HDFC അതുപോലെ തന്നെ നമ്മളുടെ റിലയൻസിന്റെ ഒക്കെ ആ ഒരു മൂവ്മെന്റ് എന്നത് വളരെ ഭീകരമായ മൂവ്മെന്റുകൾ നടക്കാൻ മുകളിലോട്ടും താഴേക്കും ഒക്കെ. ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രേഡിംഗിലേക്ക് കടക്കാതിരിക്കുന്നതായിരിക്കും. അടുത്ത ആഴ്ച എങ്കിലും ഒന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നിഫ്റ്റിയുടെ OI ബിൽഡപ്പിലേക്കാണ്. നിഫ്റ്റിയുടെ OI ബിൽഡപ്പ് എടുത്തു കഴിഞ്ഞാൽ നോക്കൂ, ഇന്നലെ നമ്മൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. 24,500 ഒരു സ്ട്രാഡിൽ രൂപപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നു അല്ലേ. പക്ഷേ എന്താണ് ഇവിടെ നടന്നിരിക്കുന്നത്? 24,500 സ്ട്രാഡിലൊക്കെ അവിടുന്ന് മാറി 24,600 മാറിയിരിക്കുന്നു. അതായത് 24,600 എന്ന റേഞ്ചിലേക്ക് ഒരു സ്ട്രാഡിൽ രൂപപ്പെടുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. നമുക്ക് ഇതിനെ ഒരു സ്ട്രാഡിൽ നിന്ന് ഓരോ ദിവസവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് ഓവറോൾ ഉള്ള നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം. നോക്കൂ, നല്ല രീതിയിൽ പുട്ട് ബിൽഡപ്പ് ഉണ്ട്. അതിനുശേഷം ശരിക്കും കോൾ സെല്ലേഴ്സ് എവിടെയാണുള്ളത്? 24,900-ലും 25,000-ലും ഒക്കെയാണ് കോൾ സെല്ലേഴ്സ് ഉള്ളതായിട്ടെന്ന് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു ബെയറിഷ് രീതി നിലനിൽക്കുന്നു. PCR നോക്കിയാൽ 1.17 ആണ്. അതുപോലെ തന്നെ അറ്റ് ദ മണിയുടെ PCR നോക്കിയാൽ 0.8 ആണ്. എങ്ങനെ നോക്കിയാലും ഒരു ബുള്ളിഷ് രീതി നിലവിൽ കാണുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. നമുക്ക് അവസാന നിമിഷം എങ്ങനെയാണ് ഒരു ചേഞ്ചസ് വന്നതെന്ന് നോക്കാം. അവസാന നിമിഷം നടന്ന ചേഞ്ചസ് നോക്കൂ. നല്ല രീതിയിൽ കോൾ സെല്ലേഴ്സ് ഒക്കെ നോക്കൂ അൺവൈൻഡിങ് ആവുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പുട്ട് സെല്ലേഴ്സ് കൂടുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഇനി നമുക്ക് ഓവറോൾ ഉള്ള ഒരു OI ചേഞ്ചസ് ഇവിടെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമാണ്. കോൾ സെല്ലേഴ്സ് അൺവൈൻഡിങ് ആവുന്നു. അതുപോലെ തന്നെ 24,600 വരെ പുട്ട് സെല്ലേഴ്സ് നല്ല രീതിയിൽ കയറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പിന്നെ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 24,900-ലും 25,000-ലും മാത്രമാണ് ശരിക്കും നല്ല ഒരു കോൾ സെല്ലേഴ്സ് ഉള്ളതായിട്ടും കാണുവാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ ക്യാഷ് മാർക്കറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. ക്യാഷ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ നേരത്തെ നമ്മൾ എന്താണോ പറഞ്ഞത്, അതായത് FIAs ബൈയിങ് മോഡിലേക്ക് തിരിച്ചു വന്നു, നല്ലൊരു എമൗണ്ട് ഇട്ടുകൊണ്ട് ബൈയിങ് മോഡിലേക്ക് വന്നു എന്ന് പറഞ്ഞു അല്ലേ. എന്നാൽ ഇന്ന് നടന്നിരിക്കുന്നത് എന്താണ്? അതേ റേഞ്ച് അല്ലെങ്കിൽ ഇന്നലത്തേന് ഏറെക്കുറെ പകുതി ആ ലെവലിൽ തന്നെ 2,685 കോടിക്ക് FIAs ബൈ ചെയ്തിരിക്കുന്നു. നോക്കൂ, DISന്റെ കേസിലേക്ക് വന്നേ വെറും 331 കോടിക്ക് മാത്രമാണ് അവരിവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് FIAsന്റെ സ്വഭാവം എങ്ങനെയാണോ അതിനനുസരിച്ച് മാർക്കറ്റിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നോക്കൂ, നമുക്കിനി നമ്മൾ എപ്പോഴും നോക്കിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? FIAsന്റെ ഓപ്ഷനിലുള്ള ആ ഒരു സ്വഭാവം എന്താണെന്ന് നോക്കാം. നമുക്ക് അവർ ഓപ്ഷനിൽ കാൾ ഇവിടെ ബൈ ചെയ്തേക്കുന്നത് 2 ലക്ഷത്തിനാണെന്ന് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. 2 ലക്ഷത്തിന് ഇവിടെ കോൾ ബൈ ചെയ്തേക്കുന്നു. പ്രത്യേകിച്ച് ആ ഒരു ചേഞ്ചസ് നോക്കിക്കഴിഞ്ഞാൽ 1.68 ലാഖിന് ഇന്ന് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നതെന്ന് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ അവരൊരു ബുള്ളിഷ് രീതിയിലേക്ക് അവിടെ വന്നിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. ഇനി പുട്ട് അവർ ബൈ ചെയ്തേക്കുന്ന ഒരു 1 ലാഖിന് മാത്രമാണെന്ന് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ആ ഒരു ബുള്ളിഷ് രീതിയിലേക്ക് FIAs വരുന്നു. ഇനി പ്രോസിന്റെ കേസിലേക്ക് വന്നാലോ, പ്രോസിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ കാൾ അവർ ബൈ ചെയ്തേക്കുന്നത് ഒരു വലിയ ക്വാണ്ടിറ്റിയാണ്. 4 ലക്ഷത്തിന് അവർ കോൾ ബൈ ചെയ്തതായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ പുട്ട് ഇവിടെ സെല്ല് ചെയ്തേക്കുന്നത് ഒരു 1.5 ലക്ഷത്തിനടുത്ത് പുട്ട് സെല്ല് ചെയ്തേക്കുന്നു.
നിൽക്കുന്നു. അവർ ഓവറോൾ നോക്കുമ്പോൾ ഇവിടെ നല്ലൊരു ബുള്ളിഷിലേക്ക് അവർ പോകുന്നതായിട്ടും പ്രോസ് പോകുന്നതായിട്ടും കാണുവാൻ സാധിക്കുന്നു. ക്ലയന്റിന്റെ കേസ് എടുത്താലോ, എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്ലയന്റിന്റെ കേസിന് എഗൻസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് പലപ്പോഴും പോകാനുള്ള സാധ്യത കൂടുതലെന്നല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, കോൾ അവർ സെല് ചെയ്തേക്കുന്ന 6 ലക്ഷത്തിനാണ്. മാർക്കറ്റ് ബെയറിഷ് ആവുന്ന രീതിയിൽ കോൾ സെല് ചെയ്തേക്കുന്നു. അതുപോലെ തന്നെ പുട്ട് ഇവിടെ സെല് ചെയ്തേക്കുന്നത് ഒരു 3,75,000 അപ്പോൾ ക്ലയൻസ് ഇവിടെ ബെയറിഷ് ആണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ നമുക്ക് അനുകൂലകരമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു ഡേറ്റാസും പറയുന്നതെന്ന് കാണുവാൻ സാധിക്കുന്നു. ഇനി നമുക്ക് ഫ്യൂച്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ, ഫ്യൂച്ചറിന്റെ കണ്ടീഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് FES നല്ല രീതിയിൽ അവരുടെ ലോങ് കൂട്ടി കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നോക്കൂ, ഇന്നത്തെ ദിവസവും നല്ല രീതിയിൽ അവരുടെ ലോങ് കൂട്ടിക്കൊണ്ടുവരുന്നു. അവരൊരു ബൈയിങ് മോഡിലേക്ക് വരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. നമുക്ക് പ്രോസിന്റെ കണ്ടീഷനിലേക്ക് വന്നാലോ, പ്രോസ് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു കണ്ടീഷനിൽ തന്നെ തുടർന്നു പോകുന്നു. ഒരു ബെയറിഷ് എന്ന രീതിയിൽ ചെറിയ രീതിയിലെങ്കിലും അത് തുടർന്നു പോകുന്നുണ്ട്. ക്ലയന്റിന്റെ കേസിൽ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, അതേ റേഞ്ചിൽ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ FIS അവരുടെ ഒരു ലെവൽ എപ്പോഴും നിലനിർത്തുകയോ അല്ലെങ്കിൽ അതിൽ കൂട്ടിക്കൊണ്ടു പോവുകയോ ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ക്യാഷ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ നോക്കൂ, FISന്റെ ഒരു ബൈയിങ് രീതി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കും. സെല്ലിംഗ് ഒക്കെ വളരെ ചെറിയ രീതിയിൽ സെല്ല് ചെയ്യുമ്പോൾ ബൈയിങ് എന്നത് വളരെ വലിയൊരു ക്വാണ്ടിറ്റി ആയിട്ടാണ് അവർ ബൈ ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് മാർക്കറ്റൊക്കെ ശക്തമായിട്ട് ഇവിടം വരെ എത്തിയിരിക്കുന്നത് എന്ന കാര്യം മറക്കാതിരിക്കുക. നമുക്കിനി ഗ്ലോബൽ മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ നോക്കാം. ഇവിടെ നമ്മൾ യൂറോപ്യൻ മാർക്കറ്റ് എടുക്കുമ്പോൾ സത്യത്തിൽ ഇന്ന് യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവ് പോയിക്കൊണ്ടിരുന്നിട്ട് പോലും നമ്മുടെ മാർക്കറ്റ് ബുള്ളിഷ് രീതിയിലേക്ക് തിരിച്ചു പോകുന്നതായിട്ട് കാണുവാൻ സാധിച്ചു. അവിടെ നല്ല ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നില്ല എന്നതാണ് അതിരസകരമായ സംഭവം. ഇനി നമുക്ക് നേരെ ഏഷ്യൻ മാർക്കറ്റിന്റെ കണ്ടീഷനിലേക്ക് വന്നാലോ, ശരിക്കും ഹോങ്കോങ് മാർക്കറ്റ് മാത്രമേ ഉള്ളൂ അല്പം ബെയറിഷിലോട്ട് പോയിട്ടുള്ളത്. ബാക്കിയെല്ലാം പോസിറ്റീവ് തന്നെ നിലനിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ മാർക്കറ്റും പോസിറ്റീവിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. ഇനി നമുക്ക് US മാർക്കറ്റിന്റെ കണ്ടീഷൻ എടുത്ത് നോക്കിയാലോ, US മാർക്കറ്റ് നിലവിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ ഞാനിത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഉള്ള സമയം എന്നത് 8:30 8:30 നല്ല രീതിയിലുള്ള ഒരു ബുൾ മൊമെന്റത്തിൽ തന്നെയാണ് നാസ്ഡാക്ക് അതുപോലെ തന്നെ ഡൗ ജോൺസും എല്ലാം മുന്നോട്ട് പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലേക്ക് കുതിച്ചു പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട് ഗ്ലോബൽ ബേസിലും. അതുപോലെ തന്നെ ഇന്നലെ ഡൊണാൾഡ് ട്രംപിനെതിരെ ഒരു അറ്റാക്ക് നടന്നിരുന്നു. ഇത് സംബന്ധിച്ച് പലർക്കും ഒരു ഭയമുണ്ടായിരുന്നു, ഒരു പക്ഷേ മാർക്കറ്റിൽ വല്ല ക്രാഷ് ഉണ്ടാവുമോ എന്നതൊക്കെ. പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. നോക്കൂ, US മാർക്കറ്റൊക്കെ നല്ല രീതിയിൽ കത്തിച്ച് വിടുകയാണ് ഇപ്പോൾ നിലവിൽ ചെയ്യുന്നത്. നിഫ്റ്റി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും വലിയ പ്രോഫിറ്റ് ബുക്കിങ്ങോ കറക്ഷനോ ഒന്നും കാണുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഓവറോൾ ഒരു പോസിറ്റീവ് രീതി തന്നെയാണ് നിലനിൽക്കുന്നത് എന്നതാണ് സത്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ നാളെ നമ്മളുടെ ബാങ്ക് നിഫ്റ്റിയുടെയും ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി മറ്റന്നാളായിരുന്നു, പക്ഷെ അന്ന് അവധി ആയതുകൊണ്ടാണ് നാളെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നാളത്തെ എക്സ്പയറി നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.